കൃതയുഗത്തിൽ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും, ത്രേതായുഗത്തിൽ രാവണനും കുംഭകർണനും, ദ്വാപരയുഗത്തിൽ ശിശുപാലനും ദന്തവക്രനും വിഷ്ണുവിൻ്റെ ശത്രുക്കളായി അവതാരമെടുത്തതുപോലെ കലിയുഗത്തിൽ കമ്മ്യൂണിസത്തിൻ്റെ ശത്രുക്കളായി ജനരോഷം ഏറ്റുവാങ്ങാൻ പിറവിയെടുത്ത രണ്ട് അവതാരങ്ങളാണ് പിണറായി വിജയനും ഗോവിന്ദനും. ത്രേതായുഗത്തിൽ രാമനാലും ദ്വാപരത്തിൽ കൃഷ്ണനാലും അസുരജന്മങ്ങൾ വധിക്കപ്പെട്ടു. ഇതാ ഇവിടെ ഈരടിയാലും പാരഡിയാലും കോമഡിയാലും മാറിയ കമ്മ്യൂണിസത്തെ ജനം ഇടതു കൈയിലെ ചൂണ്ടുവിരൽ കൊണ്ട് പൊതിഞ്ഞു കെട്ടിയിരിക്കുന്നു. ഓരോ അവതാരങ്ങളുടെ പിറവിക്ക് പിന്നിലും ഒരു ലക്ഷ്യമുണ്ടെന്ന് പറഞ്ഞതുപോലെ ഇന്ത്യയുടെ ഒരു കോണിൽ തൂത്തുകൂട്ടി വെച്ചിരിക്കുന്ന കമ്മ്യൂണിസത്തെ എടുത്ത് അറബിക്കടലിൽ നിമജ്ജനം ചെയ്യുക എന്നതാണ് പിണറായി ഗോവിന്ദന്മാരുടെ അവതാര ലക്ഷ്യം. ഹിരണ്യൻ്റെ നാട്ടിൽ ഹിരണ്യായ നമഃ എന്നൊരു ചൊല്ലുണ്ട്. നാരായണനെ വിളിച്ചാൽ കിങ്കരന്മാരുടെ വാൾ വന്ന് കഴുത്തിൽ വീഴും. കേരളത്തിൽ ഇപ്പോൾ പ്രജാപതി വിജയായ നമഃ എന്ന് ജപിക്കാനേ പറ്റുകയുള്ളൂ. സ്വർണം കട്ടതിൻ്റെ സങ്കടം ഭക്തർ അയ്യപ്പനെ വിളിച്ച് പാരഡിയായി പാടി കേൾപ്പിച്ചാലും കേസ് വരും. ദൈവമേ, ഒരു പാരഡി പാട്ടിൽ തകർന്നു പോകുന്ന ആകാശഗോപുരമാണോ ഈ പാർട്ടി? ജയിലിലൂടെയാണ് കമ്മ്യൂണിസം വളർന്നതെന്ന് ഒരു സഖാവ് ചാനലിൽ നിന്ന് പറയുന്നത് കേട്ടു. പി കൃഷ്ണപിള്ളയും EMSഉം AKGയും VSഉം ഒക്കെ ജയിലിൽ പോയത് ഭഗവാന്റെ സ്വർണം കട്ടതിനാണോ സഖാക്കളെ? അയ്യപ്പ വിശ്വാസികളുടെ വികാരത്തെ മാനിച്ചുകൊണ്ടുള്ള മോഷണ പരമ്പരയാണല്ലോ നിങ്ങൾ നടത്തിയതൊക്കെ. പാട്ടിലൂടെയും സമരങ്ങളിലൂടെയും വളർന്ന് തൂക്കുമരങ്ങളിൽ ഊഞ്ഞാലാടി ചോരച്ചാലുകൾ നീന്തിക്കടന്ന ഒരു പാർട്ടിയാണല്ലോ കേരളത്തിലെ അവശിഷ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഈ പാർട്ടിയെയും അതിൻ്റെ നേതാക്കളെയും അണികളെയും തകർത്ത് തരിപ്പണമാക്കാൻ ഒരു പാട്ടിന് കഴിഞ്ഞെങ്കിൽ കുഴപ്പം പാരഡിക്കല്ല, നിങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിനാണ്. അപ്പോൾ എൻ്റെ സംശയം ഇതാണ്, ഈ പിണറായി വിജയൻ തോക്കിൻ്റെയും വടിവാളിൻ്റെയും ബോംബിൻ്റെയും ഇടയിലൂടെ നടന്നുവെന്ന് പറയുന്നതൊക്കെ വെറും തള്ളലാണോ? ഒരു പാട്ട് കേൾക്കുമ്പോൾ ഇത്രയും ഭയവും ഭീതിയും ഉണ്ടാകുമോ മനുഷ്യർക്ക്? പിന്നെ ബോംബ് കണ്ടാൽ അവസ്ഥ എന്തായിരിക്കും? ഉണ്ണിപ്പിണ്ടി കൊണ്ട് ഉണ്ടാക്കിയതാണോ സഖാക്കളെ നിങ്ങളുടെയൊക്കെ നട്ടല്? പാരഡി പാട്ട് പാടിയാൽ കേസ്, മൈക്ക് കൂവിയാൽ കേസ്, ആംപ്ലിഫയറിനെതിരെ കേസ്, കറുത്ത ഉടുപ്പിട്ടാൽ കേസ്, കരിങ്കുടി കണ്ടാൽ കേസ്, മനുഷ്യർ മൂക്ക് ചീറ്റിയാൽ കേസ്, കൊഞ്ഞാൻ കുത്തിയാൽ കേസ്. ഭാരതീയ ന്യായ സംഹിത കേരളത്തിൽ വരുമ്പോൾ പിണറായി സിംഹിതയായി മാറുന്നു. ഹിരണ്യാക്ഷൻ ഭൂമിയെ ചുരുട്ടിയെടുത്ത് സമുദ്രത്തിൻ്റെ അടിയിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചുവെന്ന് പറയുന്നത് പോലെ പിണറായി സഖാവ് ഈ നാട്ടിലെ നീതിയും ന്യായവും ജനാധിപത്യ മൂല്യങ്ങളും ആവിഷ്കാര സ്വാതന്ത്ര്യവും എല്ലാം ചുരുട്ടിയെടുത്ത് AKG സെൻറ്ററിൽ കൊണ്ടുവച്ചിരിക്കുകയാണ്. ആവശ്യമുള്ളപ്പോഴൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഇവിടെ പൂത്തങ്ങുലയും. അപ്പോൾ പിണറായി കലയുടെയും കവിതയുടെയും മഹത്വം പറഞ്ഞ് കഥാപ്രസംഗം നടത്തും. അയ്യപ്പ വിശ്വാസികളെ നിന്ദിച്ച് നവോത്ഥാനം പൊക്കിയെടുത്തപ്പോൾ സഖാക്കൾക്കൊന്നും അയ്യപ്പനെ വേണ്ടായിരുന്നു. ആർത്തവ രക്തത്തിൽ മുക്കാനായിരുന്നു കൊതി. മാളികപ്പുറത്തമ്മയെ വരെ എന്തെല്ലാം പറഞ്ഞ ആക്ഷേപിച്ചു. അങ്ങനെ എന്തെല്ലാം മ്ലേച്ഛവും നിന്ദ്യവുമായ വാക്കുകൾ കൊണ്ടാണ് അന്ന് ഭക്തരെ അപമാനിച്ചു വിട്ടത്. പണ്ടൊക്കെ ദൈവം വല്ലപ്പോഴും ആയിരുന്നെങ്കിൽ ഇന്ന് ദൈവം കൂടെയാണ്. കപട കമ്മ്യൂണിസ്റ്റുകൾക്ക് നേരിട്ട് ഇറങ്ങി അങ്ങ് കൊടുക്കുകയാണ് ഭഗവാൻ. മൂന്നാം വരവിനെ താങ്ങിക്കൊണ്ട് നടന്ന വിജയൻ്റെ സ്വപ്ന പദ്ധതികളെല്ലാം പൊളിഞ്ഞു പോയതിൻ്റെ സങ്കടമാണിപ്പോൾ. അതിൻ്റെ പകയാണ് പാരഡിക്കെതിരെ മാരക വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരിക്കുന്നത്. ഈ പാട്ട് ഫേസ്ബുക്കിലും യൂട്യൂബിൽ നിന്നും നീക്കം ചെയ്യാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ പോലീസ്. ഇതിൻ്റെ ഭാഗമായി 2 കൂട്ടർക്കും നോട്ടീസ് നൽകി കഴിഞ്ഞു. ഞങ്ങൾ കേസെടുത്തിരിക്കുന്നു, ഞങ്ങളെ അപമാനിച്ചൊരു പാട്ട് ലോകത്ത് ഇനി ആരും കേൾക്കരുത് എന്നതാണ് പോലീസിൻ്റെ നിലപാട്.